സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ വ്യക്തി സ്വാതന്ത്ര്യം, അന്തസ്സ്, മാനസികാരോഗ്യം എന്നിവയുമായെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് റീസെന്റ് വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ബില്ലാണ് റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ. എന്താണ് റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ? സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കരാറിൽ സൂചിപ്പിച്ചിരിക്കുന്ന സമയത്തിനപ്പുറം ഒരു മെസ്സേജോ ഫോൺ കോളോ വീഡിയോ കോൺഫറൻസോ ഒന്നും അറ്റൻഡ് ചെയ്യേണ്ടതില്ല എന്ന് നിർദ്ദേശിക്കുന്ന ബില്ലാണ് 2025 റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ. ഈ ബില്ല് പ്രകാരം ജീവനക്കാരെ അനാവശ്യമായി തരം താഴ്ത്തുന്നതും പിരിച്ചുവിടുന്നതും പാടില്ല എന്നും നിർദ്ദേശിക്കുന്നുണ്ട്. റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് പ്രകാരം ഓരോ ജില്ലയിലും ഒരു തൊഴിൽ പരാതി പരിഹാര സംവിധാനം സ്ഥാപിക്കുന്നതിനായും ഈ ബില്ല് പ്രത്യേകം നിർദ്ദേശിക്കുന്നതായി കാണാം. റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷൻ ചെയർമാനും ജില്ലാ ലേബർ ഓഫീസർ സെക്രട്ടറിയും ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറും അടങ്ങുന്ന ഒരു കമ്മിറ്റിയും ഈ ഒരു ബില്ലിന്റെ ഭാഗമായി വരുന്നതാണ്. ഈ കമ്മിറ്റികൾക്ക് അവരുടെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ജീവനക്കാരിൽ നിന്ന് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നടപടികൾ എടുക്കാനും അതിനെക്കുറിച്ച് കൃത്യമായി പരിശോധനകൾ നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട് എന്നും ഈ പറയുന്ന റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ലിന്റെ ഭാഗമായി വരുന്നതാണ്. 2017 ഫ്രാൻസിലാണ് ഈ ഒരു ബില്ല് ആദ്യമായി കൊണ്ടുവരുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ പറയുന്ന 2025 റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം തന്നെയാണ്.